ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയിൽ നമ്മുടെ പേര് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റൊരാൾക്ക് കാശ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പേര് എന്തായിരിക്കണം അയാളുടെ ഫോണിൽ കാണേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ പേയിലൂടെ ആ പേര് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വലത്ത് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, പ്രസ് ചെയ്യുക. സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇതുപോലെ വരും. ആ മെയിൽ ഐ ഡി ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ. അത് നേരെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സിലോട്ട് പോകും. ഇവിടെ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, പേഴ്സണൽ ഇൻഫോ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പേര് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു പേനയുടെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന പേര് നമ്മുടെ ഗൂഗിൾ പേയിലും വരും എന്നുള്ളതാണ്. ഗൂഗിൾ പേയിൽ മാത്രമല്ല, ഈ മെയിൽ ഐ ഡി കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഗൂഗിൾ സർവീസിലും ഈ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന പേരാണ് വരിക. അപ്പൊ ഞാനിവിടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫോം പോലെ പേരാക്കിയിട്ടുണ്ട്. ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ തട്ടി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആർക്കൊക്കെ നമ്മുടെ ഈ പേര് കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സേവ് ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമ്മുടെ പേര് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേര് എല്ലാ ഗൂഗിൾ സർവീസിലും വരും. ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ പേയുടെ പേര് മാറ്റുന്നത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാലാണ് ഇത് നമുക്ക് ഗൂഗിൾ പേയിൽ ഈ പേര് ആക്റ്റീവ് ആകത്തുള്ളൂ. ഇനി ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഈ ഒരു ഐക്കൺ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. നമ്മുടെ പ്രൊഫൈലിന്റെ ആ ഒരു അക്ഷരം വെച്ചിട്ടായിരിക്കും ആ പ്രൊഫൈലിൽ ഒരു ഐക്കൺ ഉണ്ടാവുക. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യുക. ഇവിടെ പേഴ്സണൽ ഇൻഫോ എന്ന ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറും മൊബൈൽ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡി ഒക്കെ വരും. അവിടെ നമ്മൾ ഈ പ്രൊഫൈൽ പിക്ചറിന്റെ ഈ ഒരു ഐക്കണിൽ ഈ പേന ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്യുക. ചേഞ്ച് പ്രൊഫൈൽ പിക്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ 2 ഓപ്ഷൻ വരും. ടേക്ക് ഫോട്ടോ, നമുക്ക് ഇപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ടോ അപ്ലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ചൂസ് ഫ്രം ഫോണിലുള്ള ഒരു ഫോട്ടോ ഇതിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചൂസ് ഫ്രം ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഫോട്ടോ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. അതല്ലെങ്കിൽ നമ്മൾ ടേക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് മുൻപിലുള്ള അല്ല ഏത് പിക്ചറാണ് വേണ്ടത് അതാണ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക. അപ്പൊ നമ്മളോട് ഒരു ഫോട്ടോ തൽക്കാലത്തേക്കിന് എടുക്കുവാണ്. ടിക്ക് മാർക്ക് സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ഗൂഗിളിന്റെ സർവീസ് ഈ മെയിൽ ഐ ഡി വെച്ചിട്ടുള്ള ഏതൊരു സർവീസിനും അല്ല ഏതൊരു കാര്യങ്ങൾക്ക് ഈ മെയിൽ ഐ ഡി വെച്ച് നമ്മൾ ലോഗിൻ ചെയ്താലും ഇതായിരിക്കും അതിന്റെയൊക്കെ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ആവശ്യമനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെയാണ് ഗൂഗിൾ പേയുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. ഇതിപ്പോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്.